പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും എന്ന ആയത്തിൻ്റെ ഭാഗമാണ് മനസ്സിലാക്കുകയുണ്ടായത്. ഈ ഒരു ഭാഗം, അതിലെ ഓരോ പദങ്ങളും വലിയ ആശയത്തെയും മതവിധികളെയുമാണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഫ എന്ന ആയത്തിൻ്റെ തുടക്കത്തിൽ പ്രയോഗിക്കപ്പെട്ടത് ഫൗൽ ഫസീഹയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചു പോവുകയും ഉണ്ടായി. ഇനി ഈ തുടർച്ചയിൽ മൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ബാക്കിയുള്ള പദങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിലെ വിജ്ഞാനങ്ങളും വിധികളും പഠിക്കുന്നതോടൊപ്പം മൻ എന്നുള്ളത് വല്ലവരുമായാൽ എന്നർത്ഥത്തിൽ ഷർത്തിയയാണ്. ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന്. ഷഹീദ, ഇവിടെ ഷഹീദ എന്ന് പറഞ്ഞാൽ ഹദറ, സന്നിഹിതനായി, ഹാജരായി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഷഹീദ എന്നത് ആലിമ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞു, മനസ്സിലാക്കി. ഷഹീദ എന്നത് ഷാഹദ, ദർശിച്ചു, കണ്ടു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, റഅ. അപ്പോൾ ഇവിടെ മൻ ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും സന്നിഹിതനായാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വല്ലവരും അറിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വല്ലവരും കണ്ടാൽ, ഇങ്ങനെ മൂന്ന് നിലക്ക് അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഷഹീദ എന്ന് പറഞ്ഞാൽ സന്നിഹിതനായി, പങ്കെടുത്തു, പങ്കാളിയായി, ഹാജരായി എന്ന അർത്ഥത്തിൽ ധാരാളമായി പ്രയോഗിക്കപ്പെടുന്ന പദമാണ്. കൂടുതലും അതിൻ്റെ പ്രയോഗം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഷഹീദ ബദ്രൻ, ഷഹീദ ഊഹുദൻ എന്നൊക്കെ ചില സഹാബികളെ പരിചയപ്പെടുത്തും. ഷഹീദൽ മശാഹിദ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ മഷ്ഹദുകളിലും ഹാജരായി, പങ്കെടുത്തു, യുദ്ധങ്ങളിൽ, അതേപോലെ പ്രധാന സംഭവങ്ങളിലൊക്കെ പങ്കെടുത്തു എന്ന അർത്ഥത്തിൽ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു നിവേദനത്തിൽ കാണാം, അംർ ഇബ്നുൽ ജമൂഹ് റജുലൻ അറജ ശദീദൽ അറജ എന്നാണ്. അദ്ദേഹം ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയായിരുന്നു. ഷദീദൽ അറജ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മുടന്ത് വളരെ ശക്തമായ മുടന്തായിരുന്നു. വകാന ലഹു ബനൂന അർബഅത്തുൻ, അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു, ആൺമക്കൾ. എന്നിട്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ വേണം നമ്മുടെ പ്രയോഗം. യശ്ഹദൂന മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മശാഹിദ അംസാൽ അൽ ഉസുദ്. ആ മക്കൾ 4 പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധമുഖങ്ങളിൽ പങ്കാളികളാകുമായിരുന്നു, ഹാജരാകുമായിരുന്നു, സിംഹങ്ങൾ കണക്കെ എന്നാണ്. അംസാൽ അൽ ഉസുദ്. ഉഹദ് യുദ്ധത്തിൽ അംർ ഇബ്നുൽ ജമൂഹ് തൻ്റെ ഈ മുടന്തേറ്റി, വൈകല്യമേറ്റി ഉഹദിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ മക്കൾ വാപ്പാനെ തടഞ്ഞു. ഇന്നല്ലാഹ ഖദ അഅദറക, അല്ലാഹു അങ്ങേക്ക് ഒഴിവഴിവ് നൽകിയിട്ടുണ്ട്. മുടന്ത ഉള്ള അവസ്ഥയിൽ ജിഹാദില്ല, അതുകൊണ്ട് വാപ്പ പങ്കെടുക്കണ്ട, ഞങ്ങൾ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അംർ ഇബ്നുൽ ജമൂഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് മക്കൾ തന്നെ തടയുന്നതും എനിക്ക് യുദ്ധത്തിൽ പങ്കാളിയാകണമെന്ന് അറിയിക്കുന്നതും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒഴിവുകഴിവ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ആഗ്രഹം, വല്ലാഹി ഇന്നി ല അർജു അൻ അതാബി അർജത്തി ഹാദിഹി ഫിൽ ജന്ന, എൻ്റെ ഈ മുടന്തേന്തി എനിക്ക് സ്വർഗത്തിൽ കാലുകുത്തണം,
എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട്, അള്ളാഹു നിങ്ങൾക്ക് ഒഴികഴിവ് നൽകിയിരിക്കുന്നു, താങ്കൾക്ക് ജിഹാദ് നിർബന്ധമല്ല. മക്കളോട് പറഞ്ഞു, പാപ്പാനെ തടയേണ്ട അവസ്ഥ നിങ്ങൾക്കില്ല. ഒരു വേള അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഷഹാദത്ത് അരുളിയേക്കാം, അതുകൊണ്ട് തടയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പങ്കെടുത്തു, ഉഹുദിൽ ഷഹീദായി എന്നത് ചരിത്രം. ഇവിടെ യഷ്ഹദൂന മാ റസൂലില്ലാൽ മഷാഹിദ് അംസാലൽ ഉസ്ദ് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഷഹീദ എന്ന് പറഞ്ഞെങ്കിൽ, യഷ്ഹദു എന്ന് പറഞ്ഞെങ്കിൽ സന്നിഹിതരാകുക, ഹാജരാവുക എന്ന അർത്ഥത്തിൽ. അതാണ് അതിൻ്റെ പൊതുവെയുള്ള പ്രയോഗം. എന്നാൽ ഷഹീദ എന്നുള്ളത് ആലിമ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. അവിടെ ഷഹീദ എന്ന് പറഞ്ഞാൽ ആലിമ എന്ന അർത്ഥത്തിലാണെന്ന് തഫ്സീറുകളിൽ കാണാം, അറിഞ്ഞു, മനസ്സിലാക്കി എന്ന അർത്ഥത്തിൽ. അതേപോലെ മൻ ഷഹീദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും കാണുകയായാൽ, അവിടെ റഅ എന്ന അർത്ഥത്തിൽ ആരെ കാണുകയായാൽ, അശ്ശഹ്റ, ഈ മാസത്തെ. ചിലർ അവിടെ ഒരു വിഷയം പറഞ്ഞത്, ഈ മാസം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമല്ല. മാസം എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് ഉദയചന്ദ്രനുകൾക്കിടയിൽ ഉള്ള കാലപരിധിയാണ് മുദ്ദത്ത്, അത് ദൃശ്യമായ ഒന്നല്ല. അപ്പോൾ അതിനെ കണ്ടാൽ എന്ന് പറയുന്ന അർത്ഥം സൂക്ഷ്മമല്ല. അപ്പോൾ പറയപ്പെട്ടത് ഇവിടെ അശ്ശഹ്റ എന്ന് പറഞ്ഞാൽ ഹിലാൽ അശ്ശഹർ, മാസത്തിൻ്റെ ഉദയചന്ദ്രൻ, അതിനെ കണ്ടാൽ എന്നാണ് ഉദ്ദേശം. മൻ ഷഹിദ മിൻകും, അശ്ശഹർ എന്ന് പറഞ്ഞാൽ ഹിലാൽ അശ്ശഹർ, മാസത്തിൻ്റെ ഉദയചന്ദ്രനെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ വല്ലവരും കാണുകയായാൽ, അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതരുണ്ട്. പക്ഷെ ഏറ്റവും സുവിദിതമായ അർത്ഥം ഹദറ എന്ന അർത്ഥമാണ്. നിങ്ങളിൽ നിന്ന് വല്ലവരും ഈ മാസത്തിൽ സന്നിഹിതരായാൽ, ഹാജരായാൽ. എങ്ങനെ ഹാജരായാൽ? അതാണ് ആഖിലൻ ബാലിഗൻ മുഖീമൻ സഹീഹൻ, ഇങ്ങനെയൊക്കെ ഹാജരായാൽ. ബുദ്ധിയുള്ളവനായി, പ്രായപൂർത്തി എത്തിയവനായി, തദ്ദേശവാസിയായി, അരോഗ അവസ്ഥയിൽ, അതേപോലെ തന്നെ മുക്കല്ലഫൻ, വിധിവിലക്കുകൾ ബാധകമായവനായി ഈ മാസത്തിൽ ഹാജറുള്ളവനായാൽ, സന്നിഹിതനായാൽ എന്നാണ്. ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവനായി, ബാലിഗൻ പ്രായപൂർത്തി എത്തിയവനായി, മുഖീമൻ മുസാഫിറല്ല, യാത്രക്കാരനല്ലാതെ തദ്ദേശവാസിയായി, സഹീഹൻ മരീദല്ല, പിന്നെയോ ആരോഗ്യവാനായി, മുക്കല്ലഫൻ വിധി വിലക്കുകൾ ബാധകമായവനായി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഋതുമതിയായാൽ, അതേപോലെ പ്രസവരക്തമുള്ളവരായാൽ അവർക്ക് നോമ്പില്ലല്ലോ. അതേപോലെ തന്നെ വിധി വിലക്കുകൾ ബാധകമല്ലാത്ത അവസ്ഥയിൽ, ബുദ്ധിയുടെയൊക്കെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ലല്ലോ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാവട്ടെ. അപ്പോൾ ഇവിടെ വല്ലവരും ഹാജറായാൽ, എങ്ങനെ ഹാജറായാൽ? ഇതാണ് ആഖിലൻ ബാലിഗൻ മുഖീമൻ സഹീഹൻ മുകല്ലഫൻ, ഈ അവസ്ഥയിൽ ഹാജറായാൽ, അതാണ് അതിൻ്റെ അർത്ഥം. മൻ ഷഹീദ മിൻകും, ഇവിടെ നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ആരാണ് ഈ നിങ്ങൾ? ആ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ വിളിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കും അസിയാം, നിങ്ങളുടെ മേൽ സിയാം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും, നിങ്ങൾ തഖ്വ പ്രാപിക്കാൻ വേണ്ടി. പിന്നെ അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മിൻകും എന്നതിലെ സർവനാമം, അതുകൊണ്ട് ഉദ്ദേശം നോമ്പിൻ്റെ നിർബന്ധ കൽപ്പന
വിശ്വാസികളെ വിളിച്ചാണ് നടത്തിയത്. യാ അയ്യുഹല്ലദീന ആമനു, അതിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് മൻ ഷഹീദ അശ്ശഹർ, ഈ മാസത്തിൽ സന്നിഹിതരാകുന്നവർ, ഹാജരാകുന്നവർ എന്നാണ്. അപ്പോൾ വിശ്വാസികൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. വിശ്വാസികൾ അവർ സന്നിഹിതരായാൽ, മാസം അറിഞ്ഞാൽ, മാസോദയം ദർശിച്ചാൽ അവർക്കാണ് നോമ്പ് നിർബന്ധം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അശ്ശഹ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷഹിദ എന്നതിന് ഹദറ എന്ന അർത്ഥം പറയുമ്പോൾ മഫ്ഊലു ഫീഹി അംബർഫു സമാൻ, അതാണ് ഇവിടെ വ്യാകരണത്തിൽ അതിൻ്റെ സ്ഥാനം. മാസത്തിൽ വല്ലവരും ഹാജരായാൽ. എന്നാൽ ഷഹിദ എന്നതിന് അലിമ അറിഞ്ഞു, അല്ലെങ്കിൽ റഅ കണ്ടു എന്നർത്ഥം പറയുമ്പോൾ ഇവിടെ അശ്ശഹ്റ എന്നുള്ളത് മഫ്ഊലു ബിഹി, മാസത്തിനെ കണ്ടാൽ, മാസത്തെ അറിഞ്ഞാൽ എന്നർത്ഥത്തിൽ. ഏതായാലും അശ്ശഹർ എന്നുള്ളത് ഷഹ്റു റമദാൻ, റമദാൻ മാസമാണ്. നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് ഈ റമദാൻ മാസത്തെ വല്ലവരും കണ്ടു, അല്ലെങ്കിൽ മാസത്തിൽ വല്ലവരും ഹാജറുള്ളവരായി, നോമ്പെന്ന വിധി ബാധകമാകും വിധം സന്നിഹിതനായി, ഹാജരായി എങ്കിൽ ഫല്യസുംഹു, അപ്പോൾ ലിയസുംഹു, അവൻ ആ മാസം അതിൻ്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. ഇവിടെ ഫ എന്നത് മൻ എന്ന ഷർത്ത് അതിൻ്റെ ജവാബിൽ വന്ന ഫയാണ്. ഇവിടെ ലാമ് ലിയസും എന്നുള്ളത് ലാമുൽ അമ്ര. ഈ യസുംഹു എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയയാണ്, അതിൻ്റെ രൂപത്തിലാണ്. അവിടെ നോമ്പെടുക്കട്ടെ എന്ന കൽപ്പനക്രിയയുടെ അർത്ഥത്തിലാണ് ഈ ക്രിയ എന്നുള്ളത് അറിയിക്കാനാണ് ഈ ലാമുൽ അമ്ര. ലിയസുംഹു, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന കൽപ്പനക്രിയയാണ്, അതറിയിക്കുന്ന ലാമാണ് ലാമുൽ അമ്ര. ഇവിടെ ഹു എന്ന് പറഞ്ഞാൽ ഈ സർവനാമം അത് മടങ്ങുന്നത് ഷെഹറിലേക്കാണ്. ആ മാസത്തിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. ആ മാസത്തിൽ നോമ്പ് നിശ്ചയിക്കപ്പെട്ടത് ഫജറിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള പകലിലാണ്. അപ്പോൾ ഫല്യസും ഹു എന്ന് പറഞ്ഞാൽ ഫല്യസും നഹാറ അശ്ശഹർ, നഹാറ റമദാൻ, പകലിൻ്റെ, റമദാൻ്റെ പകലിൽ, മാസത്തിൻ്റെ പകലിൽ അവർ നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഉദ്ദേശം. ഈ ഭാഗം കുറേ മസ്അലകളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഈ ഒരായത്തിൽ നിന്ന് പല വിധികൾ പണ്ഡിതന്മാർ മനനം ചെയ്തും ഗവേഷണം നടത്തിയും ഉണർത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന്, മാസം ഉറപ്പിക്കാൻ ഉദയചന്ദ്രനെ ദർശിക്കുകയാണ് വേണ്ടത്. അതാണ് അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ ഷഹീദ മിൻകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാസം ഉറപ്പിക്കാൻ ബാലചന്ദ്രനെ ദർശിക്കുക, ഉദയചന്ദ്രൻ കാണപ്പെടുക, ഇതാണ് അടിസ്ഥാനം. അല്ലെങ്കിൽ മാസം 30 തികയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് സൂമു ലി റുയതിഹി വ അഫ്തിറു ലി റുയതിഹി, മാസ ദർശനം, അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. വൻസുകൂലഹ, മാസപ്പിറവിയുടെ ദർശനം, അതിനനുസരിച്ച് നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഫൈൻ ഗുമ്മ അലൈക്കും ഫാത്തിമു സലാസീൻ, ഇനി മാസദർശനത്തിന് തടസ്സമായി അന്തരീക്ഷം മേഘാവൃതമാണ് എങ്കിൽ, പടിഞ്ഞാറ് ചക്രവാളം മേഘാവൃതമാണ് എങ്കിൽ നിങ്ങൾ 30 തികയ്ക്കുക. വൈൻ ഷഹിദ ഷാഹിദാനി മുസ്ലിമാനി ദവാ അദ്ലിൻ ഫസൂമു അഫ്തിറു, മുസ്ലിമീങ്ങളായ 2 സാക്ഷികൾ, നീതിമാന്മാർ മാസ ദർശനത്തിൻ്റെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഹദീസുകൾ ഈ നിലക്ക് വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തെ അനുസ്മരിച്ചു.
അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ, ഞങ്ങൾ നിരക്ഷരരായ ഒരു ഉമ്മത്താണ്. ലാ നക്തുബു, ഞങ്ങൾ എഴുതൂല. എഴുതൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബികൾ ഭൂരിഭാഗവും എഴുത്ത് അഭ്യസിച്ചവരായിരുന്നില്ല എന്നർത്ഥത്തിൽ. എഴുത്തറിയുന്നവരും അറബികളിലുണ്ടായിരുന്നു, പക്ഷേ പൊതുവെ എഴുതുന്നവരല്ല എന്ന അർത്ഥത്തിൽ. വല നഹ്സുബു, ഗോളശാസ്ത്ര പരിജ്ഞാനം, ഗോളശാസ്ത്ര ഗണിതം അത് വശമുള്ളവരും അല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഷ്ഹറു ഹാകദ വഹാകദ വഹാകദ, മാസം ഇപ്രകാരമാണ്. അങ്ങനെ 3 തവണ 10 വിരലുകൾ നിവർത്തി കാണിച്ചു എന്നാണ്. മാസം 30 ദിവസമാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു വഹാകദ വഹാകദ, പിന്നെ തള്ളവിരൽ മടക്കി പിടിച്ചിട്ട് വഹാകദ എന്ന് പറഞ്ഞു. അപ്പോൾ 10, 20, പിന്നെ വിരൽ മടക്കി പിടിച്ചിട്ട് പറയുമ്പോൾ 9, അപ്പോൾ 29. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു. മറത്തൻ യകൂനു 30 വമറത്തൻ 29, ഒരിക്കൽ 30 ആയിരിക്കും, ഒരിക്കൽ 29 ആയിരിക്കും മാസം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു ഫസൂമു ലി റുയതിഹി, അതുകൊണ്ട് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പെടുക്കുക. വാഫ്തിറു ലി റുയതിഹി, മാസം കാണുന്നതിനനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. ചില നിവേദനങ്ങളിൽ ഫലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ, നിങ്ങൾ ഹിലാലിനെ കാണുന്നത് വരെ, അഥവാ ബാലചന്ദ്രൻ, ഉദയചന്ദ്രൻ, അതിന് നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുതേ. വലാ തുഫ്തിറു ഹത്താ തറൗ, ബാലചന്ദ്രനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുതേ. ഫൈൻ ഹുമ്മ അലൈക്കും, ഇനി ചക്രവാളം മേഘാവൃതമായി മാസദർശനം അസാധ്യമായാൽ ഫാക്മിലുൽ ഇദ്ദത 30, നിങ്ങൾ മാസം 30 തികക്കുക. ചില നിവേദനങ്ങളിൽ ഫഖ്ദറു ലഹു 30, അപ്പോൾ നിങ്ങൾ 30 കണക്കാക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ മാസം ഒരു ഉദയചന്ദ്രൻ മുതൽ അടുത്ത ഉദയചന്ദ്രൻ വരെയുള്ള കാലപരിധിയാണ് ഷഹർ. മാസം തുടങ്ങുന്നത് റമദാനാണ് എങ്കിൽ ഷാബാൻ 29 ബാലചന്ദ്രൻ്റെ ഉദയമുണ്ടായാൽ റമദാൻ തുടങ്ങുകയായി. റമദാൻ തുടങ്ങി, പിന്നെ റമദാൻ 29 ബാലചന്ദ്രൻ്റെ ഉദയം ദൃശ്യമായാൽ, ശവ്വാൽ പിറ കണ്ടാൽ റമദാൻ അവസാനിക്കുകയായി. പിറ കാണുന്നതിന് തടസ്സമുണ്ടായാൽ, മാനം മേഘാവൃതമായി അന്തരീക്ഷം പൊടിമാറി ദൃശ്യം അസാധ്യമായിട്ടുണ്ട് എങ്കിൽ, അതിന് അസൗകര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാസം 30 തികക്കാൻ പറഞ്ഞു. എന്നിട്ട് 30 തികച്ച് പിന്നീട് അടുത്ത മാസം എണ്ണാനും തുടങ്ങാനും കൽപ്പിച്ചു. പ്രമാണവചനങ്ങളുടെയൊക്കെ തേട്ടവും വിധി പ്രകാരമാണ്. ഇവിടെ പറയുന്നതും മൻ ഷഹിദ മിൻകുമുശ്ശഹ്ർ ഫല്യസും എന്നതിലും മാസത്തെ ദർശിക്കുന്ന വിഷയം, ദർശിച്ചത് അറിയുന്ന വിഷയം, അല്ലെങ്കിൽ മാസത്തിൽ സന്നിഹിതമാകുന്ന വിഷയം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പണ്ഡിതന്മാരിൽ വലിയൊരളവ് ബാലചന്ദ്രൻ്റെ ദർശനം അല്ലെങ്കിൽ മാസം 30 തികക്കൽ, ഇതാണ് മാസം ഉറപ്പിക്കുവാനുള്ള ആധികാരിക ശറഈ മതപരമായ സ്രോതസ്, അടിസ്ഥാനം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ മാസം ഉറപ്പിക്കുന്നതിൽ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ ആശ്രയിക്കാമോ, ഗോളശാസ്ത്ര ഗണിതത്തെ മാസം ഉറപ്പിക്കാൻ ആശ്രയിക്കാം, അവലംബിക്കാം എന്ന് പറയുന്ന ചിലരുണ്ട്. അവരുടെ നിലപാട് നടേ നമ്മൾ കേട്ട പ്രമാണ വചനങ്ങളുടെ എല്ലാം തേട്ടത്തിനും വിധിക്കും എതിരാകുന്ന അഭിപ്രായമാണ്. കാരണം മാസം ദർശിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ വചനം അറിയിച്ചു. തിരുമൊഴികൾ ആ വിഷയത്തിൽ ധാരാളമായി തിരുദൂതരുടെ കൽപ്പന വന്നത് നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. ലാ തസൂമു ഹത്താ തറൗൽ ഹിലാൽ, ഹിലാലിനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുതേ
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയുണ്ട്. വലാ തുഫ്തിറു ഹത്താ തറൗഹു, അതിനെ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേവലം ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ മാസം ഉറപ്പിക്കാനും മാസം അവസാനിച്ചത് അറിയിക്കാനും ആശ്രയിക്കുക എന്നുള്ളത് പ്രമാണബദ്ധമല്ല, സൂക്ഷ്മമല്ല എന്നുള്ളതാണ്. എന്നാൽ ചിലർ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ കാഴ്ചക്കുള്ള സാധ്യതയെ തീരുമാനിക്കാൻ, കണ്ടു എന്ന സാക്ഷ്യത്തെ ഉറപ്പിക്കാൻ ആശ്രയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസം കാണാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ, മാസം ഉറപ്പിക്കാൻ, വിശിഷ്യ നോമ്പ് ഉറപ്പിക്കാൻ, ഈദുൽ ഫിത്ർ ഉറപ്പിക്കാൻ, ഈദുൽ അദ്ഹ ഉറപ്പിക്കാൻ, അറഫ ഉറപ്പിക്കാൻ മാസദർശനം തന്നെയാണ് അടിസ്ഥാനം, ശറഈയായ അവലംബം. മാസം ദർശിക്കാതെ ഇവ ഉറപ്പിക്കാൻ പാടുള്ളതല്ല. എന്നാൽ മാസദർശനത്തിൻ്റെ, ബാലചന്ദ്ര ഉദയത്തിൻ്റെ സാധ്യതയെ തീരുമാനിക്കാൻ ഗോളശാസ്ത്ര ഗണിതത്തെ അവലംബിക്കാമോ? ഒരാൾ മാസദർശനം അവകാശപ്പെട്ടാൽ അത് പരിശോധിക്കാൻ, ഉറപ്പാക്കാൻ ഗോളശാസ്ത്ര ഗണിതത്തെ അവലംബിക്കാമോ? അത് അവലംബിക്കാം. കാഴ്ചയുമായി വരുന്നവൻ്റെ വിഷയം അത് സന്ദേഹപരവും സംശയാസ്പദവുമാണ്. ഗോളശാസ്ത്ര ഗണിതം അത് ഖണ്ഡിതവും സൂക്ഷ്മവുമാണ് എന്നതിനാൽ ദർശന സാധ്യതയെയും കണ്ടു എന്ന സാക്ഷ്യത്തെയും ഉറപ്പിക്കാൻ ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതം, കണക്ക് അത് അവലംബയോഗ്യമാണ് എന്ന് നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഇത് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു 3 അഭിപ്രായങ്ങൾ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ, വിശിഷ്യ റമദാൻ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കുണ്ട് എന്നുള്ളത് ഇവിടെ ഒന്നനുസ്മരിച്ചു എന്ന് മാത്രം. കാരണം ഈ ആയത്ത് മാസദർശനമാണ് അവലംബം, മതപരമായ അടിസ്ഥാനം എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ തെളിവാണ്. അതിനാലാണ് ഈ വിഷയത്തിൽ വന്ന ആ അഭിപ്രായ വ്യത്യാസം അനുസ്മരിച്ചത്. ഒപ്പം മനസ്സിലാക്കേണ്ടത്, ഈ മാസം ഉറപ്പിക്കുവാൻ കേവലം ഗോളശാസ്ത്രത്തിൻ്റെ ഗണിതത്തെ ആശ്രയിക്കുക എന്നതിനെ പൂർവസൂരികൾ അതിശക്തമായി അപലപിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. റാഫിദികളായ ഷിഈ തീവ്രവാദികളാണ് ആ അഭിപ്രായത്തെ മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോയവർ. അഹ്ലുസുന്നത്തിലേക്ക് ചേർക്കുന്ന ചില ഫുഖഹാക്കൾക്കും ആ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ മാലിക്കി മദ്ഹബിൽ സുപ്രസിദ്ധനായ അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇപ്രകാരം കാണാം: വ ഇജ്മാഉ സലഫി സാലിഹ് ഹുജ്ജത്തുൻ അലൈഹിം. കേവലം ഗണിതത്തെ മാസം ഉറപ്പിക്കുന്നതിൽ ആശ്രയിക്കുക എന്നതിന് സലഫു സാലിഹിൻ്റെ ഇജ്മാ, അഭിപ്രായ ഐക്യം അവർക്കെതിരിലുള്ള പ്രമാണമാണ്. ഇബ്നു ബസീസ വഹുവ മദ്ഹബുൻ ബാത്തിൽ, അതൊരു നിരർത്ഥകമായ ആദർശമാണ്, അഭിപ്രായമാണ് എന്നാണ് പറഞ്ഞത്. ഫഖദ് നഹത്തി ശരീഅത്തു അനിൽ ഖൗദി ഫി ഇൽമി നുജൂം. ഈ നക്ഷത്ര ശാസ്ത്രം, ഗോളശാസ്ത്രം, അതിൽ ചൂഴ്ന്നു പോവുക, കൂലങ്കഷമായി പഠനം അല്ലെങ്കിൽ അതിൽ നിരതമാവുക എന്നത് ശർഈ വിരോധിച്ച വിഷയമാണ്. ലിഅന്നഹ ഹദ്സുൻ വ തഖ്മീൻ ലൈസ ഫിഹാ ഖത്ഉൻ വലാ ദന്നു ഗാലിബിൻ. അത് കേവലം ചില ധാരണകളും വിചാരങ്ങളുമാണ്, ഖണ്ഡിതമല്ല, ബലപ്പെട്ട ഊഹവുമല്ല ഗോളശാസ്ത്ര കണക്ക്. മാന്നഹു ലൗ ഇർതബതൽ അംറു ബിഹാ ലദാഖ്. ഗോളശാസ്ത്രത്തെ ദീനീ വിഷയങ്ങൾ ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിഷയം ഇടുസായി പോകും. ഇതിലായി ആരിഫു ഇല്ലൽ ഖലീൽ. ഈ ഗോളശാസ്ത്രം, അതിൻ്റെ കണക്കൊക്കെ
വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം പരിജ്ഞാനമുള്ളൊരു വിഷയമാണ്. ദീൻ പൊതുവെ ജനങ്ങൾക്കൊക്കെയാണ്. അതുകൊണ്ട് ഈ മാസം ഉറപ്പിക്കാനുള്ള വിഷയം ഗോളശാസ്ത്രവുമായി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എങ്കിൽ സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക്, മഹാഭൂരിപക്ഷം ആളുകൾക്ക് അതിനെ ആശ്രയിച്ച് മാസം ഉറപ്പിക്കുക എന്നുള്ളത് സാധിക്കാതെ വരും. എപ്പോഴും തരപ്പെടുന്നതും സാധ്യമാകുന്നതും മാസ ദർശനമാണ്, അതനുസരിച്ചുള്ള മാസം ഉറപ്പിക്കലാണ്. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ പ്രാമാണികർ പറയുന്നത്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ ഈ ഒരു ഭാഗം വിശദീകരിച്ചു നൽകിയത് വായിക്കാൻ സാധിക്കും. ഏതായാലും മാസത്തെ ദർശിക്കുക, ബാലചന്ദ്രനെ, ഉദയചന്ദ്രനെ കാണുക, അതാണ് മാസം ഉറപ്പിക്കാൻ പ്രമാണവചനങ്ങൾ അറിയിക്കുന്ന മാനദണ്ഡം. അതിന് സൗകര്യപ്പെട്ടാൽ മാസം 29 പിറന്ന് 29 പ്രദോഷത്തിൽ മാസ ദർശനം അസാധ്യമായി അല്ലെങ്കിൽ അസൗകര്യപ്പെട്ടാൽ മാസം 30 തികച്ച് പിന്നീട് അടുത്ത മാസം എണ്ണിത്തുടങ്ങുക. ഇതാണ് ആധികാരികമായിട്ടുള്ള സ്രോതസ്, പ്രമാണവചനങ്ങളുടെ അറിയിപ്പ്. മാസദർശനത്തിന് സഹായകമായി സൂക്ഷ്മദർശിനികളെ, ഖഗോള ദൂരദർശിനികളെ, ഇതര അത്യാധുനിക സംവിധാനങ്ങളെ, പ്ലെയിനുകൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയുള്ള സംവിധാനങ്ങളെ ഒക്കെ ഉപയോഗപ്പെടുത്താം മാസദർശനത്തിന് വേണ്ടി. പക്ഷേ മാസദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമ്പ് തീരുമാനിക്കപ്പെടേണ്ടത്, നോമ്പ് അവസാനിച്ചതായി തീരുമാനിക്കപ്പെടേണ്ടത്. അതേപോലെ ഇതര ദീനി കർമ്മങ്ങളും. ഇതാണ് പ്രമാണങ്ങളോട് കൂറു പുലർത്തി പ്രമാണങ്ങളനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ സുരക്ഷിതമായ വീക്ഷണം എന്നതാണ് ഇവിടെ ഉണർത്താനുള്ളത്. ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫല്യസും എന്ന വചനത്തിൻ്റെ തേട്ടത്തിൽ മറ്റ് ചില സുപ്രധാന മസ്അലകൾ കൂടിയുണ്ട്. അത് ഈ ആയത്ത് പഠിച്ചു പോകുമ്പോൾ പഠിക്കൽ അനിവാര്യമായ വിഷയങ്ങളും ഭാഗങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.